ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നിർമ്മാണ വിലയിരുത്തൽ ഇന്ന് ഒക്ടോബർ 3, 2025 നടന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും ജപ്പാൻ ട്രാൻസ്പോർട്ട് ആൻഡ് ടൂറിസം മന്ത്രി ഹിരോമാസ നഖാനോവും ചേർന്ന് സൂററ്റിലുള്ള ഹൈസ്പീഡ് റെയിൽ നിർമ്മാണ സൈറ്റിൽ എത്തി. ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ജപ്പാൻ സംയുക്ത സഹകരണത്തോടെയാണ് നമ്മൾ നടപ്പാക്കുന്നത്. രണ്ട് രാജ്യങ്ങളുടെയും മന്ത്രിമാർ സൈറ്റ് പരിശോധിച്ചുകൊണ്ട് ഭൂമിയുടെ കാര്യത്തിലുള്ള അവരുടെ സംതൃപ്തി രേഖപ്പെടുത്തിയതായി റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു. ട്രാക്കിടുന്ന പ്രവർത്തനങ്ങളും അതിനുപയോഗിക്കുന്ന യന്ത്ര സാമഗ്രികളും അവർ വിശകലനം ചെയ്തു. ട്രാക്ക് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജോലിക്കാരുമായി മന്ത്രിമാർ കുശലം പറഞ്ഞു. അവരുടെ ആവശ്യങ്ങളും മറ്റു വെല്ലുവിളികളെ പറ്റിയും ചോദ്യങ്ങളുണ്ടായി. മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിക്കപ്പെടുന്നത്. 1,00,000 കോടി രൂപയാണ് ഈ സ്വപ്ന പദ്ധതിക്കായി വിലയിരുത്തിയിട്ടുള്ളത്. 2029 ഡിസംബറോടെ കൂടിയിട്ട് മുഴുവൻ പദ്ധതിയും നടപ്പാക്കാനാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. 508 കിലോമീറ്റർ ദൂരമാണ് ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ദൂരം. ഇന്ത്യയിൽ അതിവേഗ ട്രെയിനുകൾ വേണം, അല്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിനുകൾ വേണം എന്നുള്ളത് നമ്മുടെ ഒരു വിഭാഗം ആളുകളുടെ ഒരു വലിയൊരു ആഗ്രഹമാണ്. ജപ്പാനിലെയും ചൈനയിലെയും പോലെയുള്ള കുതിച്ചു പായുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ ഇന്ത്യക്ക് വേണമെന്നുള്ള ഒരു വലിയൊരു ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ ഇത് ഇന്ത്യ പരീക്ഷിക്കുന്നത്. ബുള്ളറ്റ് ട്രെയിനുകൾക്ക് വളരെ വേണം. രണ്ട് വശവും വളരെ സുരക്ഷിതമായി മൂടിയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ട്രക്കെല്ലാം പണിയുന്നത്. അത്രയും വേഗതയിലായിരിക്കും ഈ വണ്ടികൾ യാത്ര ചെയ്യുന്നത്. അതിനിടയിലേക്ക് വന്നു കയറുന്ന ആളുകളും കന്നുകാലികളും ഇവിടെയൊക്കെ ജീവൻ്റെയും കാര്യങ്ങൾ ഒക്കെ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പഠനങ്ങൾ എല്ലാം തന്നെ നടത്തിയതിന് ശേഷമാണ് മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ നമ്മൾ നമ്മുടെ സ്വപ്ന പദ്ധതിയായ ബുള്ളറ്റ് ട്രെയിൻ വിഭാവനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. 2027 കൂടിയിട്ട് ഗുജറാത്ത് ഭാഗം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇതിനു വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും അതിൻ്റെ ജപ്പാനിനോട് ചേർന്നിട്ടുള്ള സംയുക്ത FPVയും ചേർന്ന് നടത്തുന്നുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കുള്ള വിശകലനങ്ങളും മറ്റു പ്രവർത്തന പദ്ധതി ചർച്ചകളും ഇരു രാജ്യങ്ങളും ചേർന്ന് നടത്തുന്ന പതിവാണ്. ഇത് മൂലം ഏതൊരു തരത്തിലുള്ളൊരു ചലഞ്ചും ഏറ്റെടുക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിനും അതുമൂലം സാധിക്കുന്നു. വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങൾ ജപ്പാൻ്റെ വശത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നു. ഈ ഒരു സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാം ശരിയായി വരുവാണെങ്കിൽ 2029 പൂർത്തിയാക്കും.